നമസ്കാരം, സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന ശീർഷകത്തിൽ നിങ്ങളുമായി പങ്കിട്ട വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച മുഖ്യ ആശയം, ഈ ലോകത്തിൽ ജീവന്റെ അടിസ്ഥാനം, ആധാരം അതീതമായതായിരിക്കണം എന്ന ആത്മീയമായ ആശയമാണ്. വളരെ വളരെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന, എല്ലാവരും അവഗണിക്കുന്ന, എന്നാൽ സുവിശേഷത്തിൽ ഏറ്റവും ദീപ്തമായി തെളിഞ്ഞു വരുന്ന ആശയം ഇതാണ് എന്നത് കഴിയുന്നത്രയും വ്യക്തമായും ശക്തമായും ഗ്രഹിക്കത്തക്കവണ്ണമാണ് ഈ രണ്ട് വീഡിയോകൾ. ഒരു പക്ഷേ ഇത് 3 വീഡിയോ ആയി വളർന്നു പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വിഭാവന ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അവലംബിച്ച വളരെ സാവകാശത്തിലുള്ള സമീപനം ഈ വീഡിയോയിലും തുടരുന്നതാണ്. കാരണം ആശയങ്ങളോട് പൊരുത്തപ്പെടുവാൻ താല്പര്യമുള്ളവർക്ക് ധൃതി, സ്പീഡ് ഒട്ടും പ്രയോജനം ചെയ്യുന്നതല്ല. അത് മനസ്സിനെ ഏതാണ്ട് വെജിറ്റബിളായി മാത്രം കാത്തു സൂക്ഷിക്കാൻ താല്പര്യമുള്ളവരാണ് ഈ ധൃതി കാണിക്കുന്നത്. ഒന്നും അകത്തോട്ട് കയറരുത് എന്ന സാക്ഷ്യം പിടിക്കുന്നവരാണ്. അത് വല്ല വിധേനയും പറഞ്ഞ് തൊലച്ചുകളാം എന്ന് പറയുന്നവരാണ്. അയ്യോ സമയമില്ല എന്ന് പറയുകയും സമയത്തെ എങ്ങനെ കൊല്ലാമെന്ന് അവിടെ ഊടാടി നടന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മുടെ ബലഹീനതയാണ്, ഒരു തരത്തിലുള്ള രോഗമാണ്. ഇത് ദയവായി തിരിച്ചറിയുക എന്ന് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രം ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്ന പ്രതീക്ഷയിൽ അപേക്ഷിക്കുകയാണ്. സന്തോഷം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടത് ഈ ആശയമാണ്. ആ ആശയം തന്നെ കുറച്ചുകൂടെ വ്യക്തമായും ബഹുലമായും മനസ്സിലാകത്തക്കവണ്ണമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം കരുതിയിരിക്കുന്നത് എന്ന് മാത്രം ആദ്യമായി സൂചിപ്പിക്കട്ടെ. ഇനി നമുക്ക് ഈ ആശയത്തെ യേശുവിൻ്റെ വ്യക്തിത്വത്തോട് ചേർത്ത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമായ അന്വേഷണം. അതിനോട് ബന്ധമുള്ള ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ പോലെയും ഈ വീഡിയോയുടെ കേന്ദ്രബിന്ദു യേശുവിൻ്റെ വ്യക്തിത്വം, ആത്മീയമായ വെളിച്ചം തുളുമ്പുന്ന വ്യക്തിത്വത്തിൻ്റെ ആ മർമ്മം എന്താണ് എന്ന അന്വേഷണമാണ്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ജാതിമത ഭേദമന്യേ താല്പര്യമുണ്ടാകും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം യേശുക്രിസ്തുവിനാൽ ആകർഷിക്കപ്പെടാത്ത ആളുകൾ മനുഷ്യരായി ഈ ലോകത്തിലില്ല എന്നതാണ് എൻ്റെ അനുഭവം. ഞാൻ സർവമത അനുയായികളായ ആളുകളുമായി ദീർഘകാലം പരിചയമുള്ളത് കൊണ്ട്, ഇന്റർ റിലീജിയസ് മൂവ്മെന്റിൽ ദീർഘകാലം സക്രിയമായി പങ്കെടുത്തത് കൊണ്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. ഇനി നമുക്ക് യേശു തന്നെ പരാമർശിച്ച് നടത്തിയ ഒരു പ്രസ്താവന അല്പം ഒന്ന് പരിശോധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. while I am on this earth am the light of the world. നമുക്ക് പരിചയമാണ്, കാണാപ്പാടമാണ്, അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകുകയില്ല എന്ന ആ ആശ്വാസത്തിൽ, പ്രത്യാശയിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ നാം അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആദ്യമായിട്ട് ഈ ലോകത്തിന് വെളിച്ചം പ്രത്യേകമായി ആവശ്യമാകേണ്ടി വന്ന സാഹചര്യം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിന് വെളിച്ചം പ്രത്യേകമായി ആവശ്യമായി വന്ന സാഹചര്യം എന്താണ്? നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധ ചെലുത്തുമ്പോൾ അതിൻ്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ പറയുന്നത്, സൃഷ്ടിയുടെ പ്രാരംഭമായി വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്, പ്രകടമാണ്. സൃഷ്ടിയുടെ ആധാരം തന്നെ, സൃഷ്ടിയുടെ അന്തസത്ത തന്നെ വെളിച്ചമാണ്. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞാൽ, സൃഷ്ടി എന്നത് വെളിച്ചത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രതിഭാസങ്ങളാണ്, പ്രകടന രൂപങ്ങളാണ്.
The whole of creation is varying divergent manifestations of that light. അത് വളരെ സന്ദേഹത്തിന് അതീതമായി വളരെ വ്യക്തമായി ആദ്യം തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തക ചരിത്രം ആരംഭിക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാഭിമാനം, ആത്മധൈര്യം നൽകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിന് പ്രത്യേകമായി വെളിച്ചം ആയി ഒരു വ്യക്തി വരേണ്ട ആവശ്യമെന്താണെന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ ആദാമും ഹവ്വായും, പ്രത്യേകിച്ച് ഹവ്വായിൽ കൂടെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൗതികമായ പദാർത്ഥങ്ങളിലേക്ക് മാത്രം മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൂടി. അതായത് ഭൗതികമായ സാഹചര്യങ്ങൾ മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരം. അതാണ് വിലക്കപ്പെട്ട കനി ഹവ്വ ആദ്യം ഭക്ഷിക്കുകയും തൻ്റെ ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. തൽമൂലം മനുഷ്യരാശിക്ക് അധപ്പതനം വന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യൻ എന്ന ഈ സങ്കല്പത്തിന്, പ്രതിഭാസത്തിന് അടിസ്ഥാനപരമായ ഒരു വൈകല്യം സംഭവിച്ചു. ആ വൈകല്യം എന്താണ്? നാം ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജീവന്റെ ആധാരം അതീതമായതിൽ ആയിരിക്കണം എന്ന ആശയം, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ തന്നെ ആദാമും ഹവ്വായും തോട്ടത്തിൽ അധ്വാനിച്ച് ദിവസം കഴിച്ച ശേഷം സന്ധ്യയാകുമ്പോൾ അവരോട് കൂട്ടായ്മ ആചരിക്കുന്നതിന് തോട്ടത്തിന് അതീതമായ ദൈവം അവരോട് സമീപിച്ചു, അവരോട് കൂടെയായി എന്ന് നാം വായിക്കുന്നു. അത് അതീതമാണ്. തോട്ടം തന്നെ നിലനിൽക്കണമെങ്കിൽ ആ അതീതമായ മർമ്മത്തോടുള്ള നിരന്തരമായ ബന്ധം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് പകരമായിട്ടാണ് ഹവ്വ കണ്ടുപിടിക്കുന്നത് സാത്താന്റെ സഹായത്തോടു കൂടെ. ഇതൊന്നും ആക്ഷരികമല്ല എങ്കിലും ഇത് അർത്ഥവത്താണ്, വളരെ അർത്ഥവത്താണ്. കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ദൈവത്തിൻ്റെ സാമീപ്യമൊന്നും ആവശ്യമില്ല, അതീതമായതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കൈയെത്തി പറിക്കാവുന്ന ദൂരത്തിൽ പഴം നിൽക്കുമ്പോൾ അതിനെ ആശ്രയിച്ച, എന്ന് പറഞ്ഞാൽ ധാതുപരമായ വിഭവങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന ഏറ്റവും ആത്മഹത്യാപരമായ തെറ്റിദ്ധാരണയാണ് മനുഷ്യന്റെ പതനത്തിന്റെ മൂലകാരണമെന്നാണ് ആദ്യ പുസ്തകത്തിൽ കാവ്യാത്മകമായി അവതരിപ്പിച്ചിട്ടുള്ള ആശയം എന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ വേണ്ടതുപോലെ വ്യക്തതയില്ല. അതുകൊണ്ട് ദയവായി ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിക്കുകയും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങളുടേതായ വിധത്തിൽ ഞാൻ ശ്രമിച്ചതുപോലെ അതിൽ കൂടെ എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിധത്തിൽ അത് അന്വേഷിച്ചതിൻ്റെ ആന്തരികമായ പൊരുൾ, ആത്മീയമായ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. അതിനുതകുന്ന വിധത്തിലാണ് എൻ്റെ ആശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് എന്നുകൂടെ ഞാൻ ഈ തരുണത്തിൽ അവകാശപ്പെട്ടു വളരെ. അപ്പോൾ അതീതമായതായിരിക്കണം ആധാരം, അടിസ്ഥാനം എന്ന ആശയം ആദ്യം മുതലേ ഉണ്ട്. ഇത് തന്നെയാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നാം കാണുന്നത്. ആദാമിനെ മണ്ണിൽ നിന്ന് മെടഞ്ഞ് അവന് മണ്ണിന് അതീതമായ ദൈവികമായ ശ്വാസം കൊടുത്തപ്പോൾ മാത്രമാണ് അവൻ ദേഹമായിരുന്നത് ദേഹിയായി കൂടെ വളരുകയും രൂപാന്തരപ്പെടുകയും അങ്ങനെ ജീവിക്കുന്ന ദേഹമായി അല്ലെങ്കിൽ ദേഹിയായി ആദാൻ രൂപപ്പെട്ടത് എന്ന് എഴുതിയിരിക്കുന്നു. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. വിശദീകരിക്കാൻ പോയ സമയം കൈവിട്ടു പോകും എന്നതും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മനുഷ്യൻ അവനെ സ്വയം പരിമിതപ്പെടുത്തി. മനുഷ്യന്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നതിന് പോലെ അവൻ്റെ ശരീരത്തെ മാത്രം പോഷിപ്പിച്ചാൽ മതി. അപ്പോൾ വ്യക്തിത്വത്തിൽ നിന്ന് ശരീരത്തിലേക്ക് മനുഷ്യൻ അവനെ തന്നെ ചുരുക്കുന്ന ഒരു ദിശാബോധമാണ് ഈ മനുഷ്യന്റെ പതനത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം അതുകൊണ്ടാണ് അതിനുശേഷം ചരിത്രത്തിലാകമാനം മനുഷ്യ വ്യക്തിത്വത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടർച്ചകളും തകർച്ചകളും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഖ്യമായ കാർമ്മികത്വം വഹിക്കുന്ന ശക്തിയുടെ പേരാണ് സാത്താൻ എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറയുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളനായ സാത്താൻ മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ വ്യക്തിത്വമാണ്, പേഴ്സണാലിറ്റിയാണ് എന്ന് ദയവായി 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 തിരിച്ചറിയുക. അതിൻ്റെ ഗുണഫലങ്ങൾ നാം ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മതത്തിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ, നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ബഹുമാനം തോന്നിപ്പിക്കാവുന്ന എത്ര വ്യക്തികൾ ആഗോളതലത്തിൽ നിന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ ട്രംപ് തൊട്ട് അകാലപ്രജ പോലെയുള്ള ഈ കിഴവൻ വരെയുള്ള ഈ വലിയ വലിയ ശ്രേണിയിൽ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായ സത്യത്തിൽ ബഹുമാനം തോന്നിക്കാവുന്ന വ്യക്തിത്വമുള്ള എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ദയവായി ഒന്ന് അന്വേഷിച്ച് നോക്കണം. അതിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള എല്ലാ സാധ്യതകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വെളിച്ചമായി യേശു വരേണ്ട അത്യാവശ്യമുണ്ടായത്. അനാവശ്യമായി കടന്നു വന്നതല്ല, അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം വന്നതാണ്. അതുകൊണ്ടാണ് താൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് അനാവശ്യമായ ഈ വിനയമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, പൊള്ളയായ വിനയമൊക്കെ ഒന്ന് മാറ്റിവെച്ച്, സത്യം പറയാൻ ഒരു വിനയവും വഴി അടയ്ക്കരുത്, അല്ലെങ്കിൽ തടങ്കലുണ്ടാക്കരുത്, തടസ്സമുണ്ടാക്കരുത് എന്ന വിധത്തിൽ യേശു സത്യം പ്രഖ്യാപിക്കും. ഇത് മനസ്സിലാക്കിയ ഒരു വലിയ മഹാരഥനെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കും പരിചയമുണ്ട്, സ്വാമി വിവേകാനന്ദ എന്നാണ്. നിങ്ങൾ കഴിയുമെങ്കിൽ റൊമെയിൻ റോളണ്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള സ്വാമി വിവേകാനന്ദയുടെ ജീവചരിത്രം വായിക്കുക. റൊമെയിൻ റോളണ്ട്, സ്വാമി വിവേകാനന്ദയുടെ ജീവചരിത്രം നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദ യേശുക്രിസ്തുവിനെ പറ്റി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് 1000 തലമുറകൾ അടിക്കടി സ്വപ്നം കണ്ടാൽ, അവരുടെ എല്ലാം ആത്മീയ ഊർജം ഒന്ന് കൂട്ടിവെച്ചാൽ യേശു എന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുകയില്ല. പ്രത്യേകം മനസ്സിലാക്കണം, എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു പ്രസ്താവനയാണ്. 1000 തലമുറകളുടെ ആത്മീയ ഊർജം കൂട്ടിവെച്ചാൽ നിങ്ങൾക്ക് യേശു എന്ന വ്യക്തിത്വത്തെ പ്രാപിപ്പാൻ കഴിയുകയില്ല. എൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നാം ഇതുവരെ കണ്ടുവന്ന അതീതമായ ഒരു മർമ്മം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിയന്ത്രണ ബിന്ദുവായിരുന്നു, കേന്ദ്ര ബിന്ദുവായിരുന്നു എന്ന് തന്നെയാണ്. ആ അതീതമായ മർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തിത്വം ഈ ലോകത്തിൻ്റെ കണ്ണിൽ അത്ഭുതമായി മാത്രമേ പരിണമിക്കുകയുള്ളൂ, സാധിക്കുകയുള്ളൂ എന്നത് തിരിച്ചറിഞ്ഞ ഒരു മഹാരഥനാണ് സ്വാമി വിവേകാനന്ദ. അദ്ദേഹത്തിന് യേശുവിനെ പറ്റി ഭൂരിപക്ഷം ക്രിസ്ത്യാനികളെക്കാൾ ബോധമുണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ക്രിസ്ത്യാനികൾക്ക് യേശു എന്ന നാമം ഒരു ശബ്ദം മാത്രമാണ്, ഒരു അനുഭവമല്ല. അതുകൊണ്ട് ആ അത്ഭുത പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, അത് അതീതമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു വിധത്തിലും സാധിക്കുന്നില്ല എന്ന ശോചനീയമായ അവസ്ഥ തിരിച്ചറിയേണ്ട നാളുകൾ വളരെ 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 വൈകിയിരിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്തുകൊണ്ട് യേശുക്രിസ്തു ഇന്നും മനുഷ്യന്റെ ബുദ്ധിയിൽ പിടികൊടുക്കാത്ത അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കാത്ത ഒരു മർമ്മമായി, ഒരു മിസ്റ്ററിയായി നിലകൊള്ളുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ തത്വം ഇതാണ്: അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം അതീതമായിരുന്നു എന്നതാണ്. അത് യേശുവിൻ്റെ മാത്രം സാധ്യതയാണോ ഇല്ലയോ അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പരിഗണിക്കാൻ അവസരം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ ദൈവീകമായിരുന്നു എന്നാണ്. അതിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് അവൻ ആരായിരുന്നു? മനുഷ്യപുത്രനാണ്. യേശു തന്നെപ്പറ്റി എപ്പോഴും മനുഷ്യപുത്രൻ എന്ന് പരാമർശിച്ചിരിക്കെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ ദൈവികമാണ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കിയാൽ തെറ്റല്ലേ, അല്ലെങ്കിൽ വിരോധാഭാസമല്ലേ, കോൺട്രഡിക്ഷൻ അല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ സത്യം അതാണ്. മനുഷ്യത്വത്തിൻ്റെ, നിങ്ങളുടെയും എൻ്റെയും ലോകത്തിലുള്ള എല്ലാവരുടെയും മനുഷ്യത്വത്തിൻ്റെ അടിത്തറ ദൈവികം തന്നെയാണ് എന്ന യാഥാർത്ഥ്യം
നമുക്ക് തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ട്. അത് വെളിപ്പെടുത്തുക എന്നതാണ് യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ട മഹാസന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം. അതിൻ്റെ ഉറവിടം എന്താണ്? സർവ്വജനത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെ അടിത്തറ ദൈവീകത തന്നെയാണ്, ഡിവിനിറ്റി തന്നെയാണ്. അത് ദൈവത്തെ അന്വേഷിച്ച് അവിടെയും ഇവിടെയും പോകേണ്ട ആവശ്യമില്ല. ദൈവം ആ മലയിലുമല്ല, ഈ മലയിലും അല്ല, പിന്നെ എവിടെയാണ്? നിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് യേശു പറയാൻ അതിൻ്റെ യുക്തി, അതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നാം മനസ്സിലാക്കി വരികയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ ആയിരിക്കണം നാം നമ്മുടെ വ്യക്തിത്വത്തെ പണിയേണ്ടത് എന്നതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെ, ആത്മീയമായ വ്യക്തിത്വത്തെ പരിഗണിക്കുന്നതിൽ കൂടെ നമുക്ക് ബോധ്യമാകേണ്ട യാഥാർത്ഥ്യം. ജീസസ് വാസ് ഓതന്റിക്കലി ഹ്യൂമൻ ബിക്കോസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി വാസ് ഡിവൈൻ. ഈ തരുണത്തിൽ ഞാനൊരു കാര്യം വളരെ ഹ്രസ്വമായി സൂചിപ്പിക്കട്ടെ. പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്ന വാക്ക് സത്യമായി പറഞ്ഞാൽ ആത്മീയമായ ആശയം തന്നെയാണ്. പേഴ്സണാലിറ്റി ഈസ് എ സ്പിരിച്വൽ കോൺസെപ്റ്റ്. അത് ഈ കാലത്ത് മനുഷ്യർ അറിയാതെ പോകുന്ന കാര്യമാണ്. പേഴ്സണാലിറ്റിയെ ഒരു മാസ്കായി, ഒരു മുഖംമൂടിയായി മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ സംസാരിക്കുന്നതിനെ പറ്റി എനിക്ക് ഉത്തമ ബോധ്യമാണ്. അത് പൊള്ളയായ ആശയമാണ്. വ്യക്തിത്വത്തിന്, നിങ്ങളുടെയും എൻ്റെയും വ്യക്തിത്വത്തിന് എന്താണ് പറയുന്നത്, കാതൽ ഉണ്ടാകണമെങ്കിൽ, അതിനൊരു കോർ ഉണ്ടാകണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം വ്യക്തിത്വം ആത്മീയമായൊരു പ്രതിഭാസമാണ്. പേഴ്സണാലിറ്റി ഈസ് എ സ്പിരിച്വൽ ഫിനോമിനൻ ആൻഡ് എ സ്പിരിച്വൽ കോൺസെപ്റ്റ്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ കൂട്ടാക്കാതെ ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇത് എന്തുകൊണ്ട് നാം പ്രത്യേകമായി കാലത്ത് തിരിച്ചറിയണമെന്ന് ചോദിച്ചാൽ നമ്മെ നേരെ മറിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ അടുക്കാനാവാത്ത ഒരു വലിയ വിള്ളലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാനായ മനുഷ്യൻ മരിച്ച് അങ്ങ് നരകത്തിൽ പോയി കഴിഞ്ഞ ശേഷം പിന്നെ മേപ്പോട്ട് നോക്കിയപ്പോൾ ലാസർ അബ്രഹാമിന് ഓടിയിലിരിക്കുന്ന ഒരു വിഭാവനയാണ് നമുക്കറിയാം. അപ്പൊ അവനോട് പറയുന്ന കാര്യം, നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യ ഒരു വലിയ വിടവുണ്ട്, നികത്താനാവാത്ത വിടവുണ്ട്. അത് നരകത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ലോകം നരകമല്ല. ഈ ലോകത്തിൽ അങ്ങനെ ഒരു വിടവുണ്ടാക്കുന്നത് മനുഷ്യനാണ്. അത് ദൈവഹിതത്തിന് ദൈവം വിഭാവന ചെയ്ത് സൃഷ്ടിക്ക് ഘടകവിരുദ്ധമാണ്. സൃഷ്ടി ആകമാനം അർത്ഥശൂന്യമാക്കുന്നതും വിരൂപമാക്കുന്നതുമായ ഒരു പൈശാചിക സങ്കല്പമാണ് ദൈവവും മനുഷ്യനും തമ്മിൽ എത്തിപ്പിടിക്കാൻ വയ്യാത്ത അകലമുണ്ട് എന്നും അതുകൊണ്ട് അവർ തമ്മിലുള്ള പാലമായി പുരോഹിതന്മാർ സ്ഥിതി ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ ആത്മീയമായി അപകടം നിറഞ്ഞതും ആഭാസത്തരം മാത്രം ഉൾക്കൊള്ളുന്നതുമായ മറ്റൊരു സങ്കല്പമില്ല. അത് അസത്യമാണ്, അപകടമാണ് എന്ന് പറയുവാൻ ഈ ഉള്ളവൻ നിർബന്ധിതനാണ്. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ ദൈവീകത തന്നെയാണ് എന്ന് നിസ്സന്ദേഹം മനുഷ്യജാതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 30-ാം ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ആ ഒന്നാകൽ എന്ന് പറയുന്നതായിരിക്കണം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ. ആ അടിത്തറയിൽ മാത്രമേ സ്ഥായിയായി അല്ലെങ്കിൽ നിലനിൽക്കുന്നതായി മനുഷ്യ വ്യക്തിത്വം പണിതെടുക്കുവാൻ, നിർമ്മിച്ചെടുക്കുവാൻ, ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യേശുവിൻ്റെ സുവിശേഷ ദൂത് എന്ന ഈ തരുണത്തിൽ ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് നാം ഇന്ന് വരെ പ്രാപിച്ചിരിക്കുന്ന പല ധാരണകളും നമുക്ക് വലിയ വലിയ നാശവും നഷ്ടവും അപകടവും നമ്മെ ഫലശൂന്യമാക്കുന്ന സ്വാധീനം ചെലുത്തുന്നതുമാണ് എന്ന് ദയവായി തിരിച്ചറിയാം. ഇനി ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യന് എക്കാലത്ത് സ്ഥലകാല ഭേദമന്യേ, സാംസ്കാരിക വ്യത്യാസങ്ങളെന്നേ മനുഷ്യനാണോ അവന് ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനുമുള്ളൊരു ദാഹമുണ്ടായിരുന്നു. നാം നരവംശാസ്ത്രം പഠിക്കുമെങ്കിൽ, ആന്ത്രോപോളജി പഠിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാം മനുഷ്യരെവിടെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അനുഭവങ്ങളോട്, യാഥാർത്ഥ്യങ്ങളോട് അർത്ഥവത്തായ ബന്ധം പുലർത്താൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ, ആ സാഹചര്യങ്ങളിലെല്ലാം മനുഷ്യൻ ദൈവമെന്ന ആശയത്തെ മനസ്സിലാക്കുവാനും അതിനെ വിഭാവന ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രം നമ്മോട് അറിയിക്കുന്ന സത്യം,
മനുഷ്യൻ എന്ന ആശയത്തെ, എന്ന പ്രതിഭാസത്തെ ദൈവം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർതിരിപ്പാൻ സാധ്യമല്ല. വേർതിരിച്ചാൽ അതിൻ്റെ പരിണിത ഫലം വളരെ അപകടകരമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് ദൈവമുണ്ടോ ഇല്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മനുഷ്യനുണ്ട് എന്നതാണ്. ആ മനുഷ്യത്വത്തിൻ്റെ അടിത്തറ ദൈവമാണ്, ദൈവീകതയാണ്. ആ ദൈവീകത മാത്രമാണ് ദൈവമുണ്ട് എന്നതിൻ്റെ തെളിവ്. അതല്ലാതെ മറ്റുള്ള തെളിവുകൾ അന്വേഷിക്കുന്നത് ഫലശൂന്യമായിരിക്കും, അർത്ഥരഹിതമായിരിക്കും എന്ന് മാത്രം ഞാൻ ഒന്ന് അടയാളപ്പെടുത്തുന്നു, അത്രമാത്രം. അതുകൊണ്ടാണ് ലോകത്തിൽ നിലനിൽക്കുന്ന ഒരു മർമ്മം ഞാൻ പറയുന്നത്. തത്വശാസ്ത്രം, ഫിലോസഫിയിലുള്ള കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങളോട് മാത്രമേ, അതിനോട് അനുയോജ്യമായ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ നമുക്ക് വെളിയിലുള്ള ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നതായി നമുക്ക് തോന്നുവാനോ അതിനോട് ബന്ധം പുലർത്തുവാൻ നമുക്ക് താല്പര്യം തോന്നുവാനോ ഇടയുള്ളൂ. മനുഷ്യന്റെ അന്വേഷണം മുഴുവനും അവൻ അറിയാത്ത കാര്യങ്ങളെ പറ്റിയല്ല. മനുഷ്യന്റെ അന്വേഷണം മുഴുവനും അവൻ്റെ ഉള്ളിലുള്ള സാധ്യതകളും യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ബാഹ്യലോകത്തിൽ എപ്രകാരമാണ് പ്രതിബിംബിക്കുന്നത് എന്നതിൻ്റെ അന്വേഷണമാണ്. ദയവായി മനസ്സിലാക്കുക. ഉള്ളിലില്ലാത്തതിനെ അല്ല മനുഷ്യൻ അത് വയറിൻ്റെ അന്വേഷണമാണ്. നമുക്ക് വിശപ്പെന്ന് പറയുമ്പോൾ ഭൗതികമായ ശാരീരികമായ വിശപ്പ്, ഉള്ളിലില്ലാത്തതിനെ പറ്റിയുള്ള വിശപ്പാണ്, ദാഹമാണ്. ആത്മീകമായ വിശപ്പും ദാഹവുമുണ്ട്. അത് ഉള്ളിലുള്ളത് ബാഹ്യലോകത്തിൽ എപ്രകാരമാണ് പ്രകടിതമാകുന്നത്, പ്രതിബിംബിക്കുന്നത് എന്നത് തിരിച്ചറിയാനുള്ള ദാഹവും വിശപ്പുമാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ അറിയുവാൻ അന്വേഷിക്കുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ യേശു പറയും, നിങ്ങൾ എങ്ങും പോകേണ്ട കാര്യമില്ല, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, പിന്നെയോ നിന്റെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലില്ലാത്ത ദൈവത്തെ ബാഹ്യലോകത്തിൽ അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഈ വലിയ മിഥ്യയിലാണ് മതമെന്ന് പറയുന്ന ഈ വലിയ ഭാണ്ഡക്കെട്ട് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കമ്പോളമാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. ഇതിൽ ആശ്രയിക്കുന്നവൻ അർത്ഥശൂന്യതയിൽ പട്ടുപോകും എന്ന അപകടമേറിയ യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയുക. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഇതിന് പകരം ആര് എന്തൊക്കെ പടച്ചു വെച്ചാലും അത് നിങ്ങൾക്കൊരാശ്വാസവും നൽകുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ ഒരു കാഴ്ചപ്പാടിലല്ലാതെ, ഈ അവസ്ഥയിലേക്ക് കടന്നു വരാതെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ യാതൊരു വിധത്തിലുള്ള ആശ്വാസവും സമാധാനവും ഉണ്ടാകുകയില്ല. കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മണലിന്മേൽ പണിതു വെച്ച ആ മണിമാളിക പോലെയാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ നിങ്ങളെപ്പോഴും അനിശ്ചിതാവസ്ഥയിലും അർത്ഥശൂന്യതയിലും മാത്രം കിടന്ന് തത്രപ്പെടാൻ മാത്രമേ അവകാശം പ്രാപിക്കുന്നുള്ളൂ. അതല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം വിഭാവന ചെയ്ത അവസ്ഥയെന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചമാണ് ഞാൻ. ലോകത്തിൻ്റെ സത്യം അതാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് യേശു പറഞ്ഞത്. ഇതൊക്കെ വളരെയധികം ബ്രഹ്മാണ്ഡത്തോളവും അർത്ഥവ്യാപ്തിയുള്ള പ്രസ്താവനകളാണ്. ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്കിടയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് യേശു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വാക്യങ്ങൾ ഞാൻ അനേക വീഡിയോയിൽ പലതവണയായി വിശദീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറയാൻ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. അത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. പക്ഷേ അത് കത്തിച്ചു വെച്ച് വിളക്കിൻ്റെ മുകളിൽ ഒരു പറയും കൂടെ കമഴ്ത്തുന്നതിന് തുല്യമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ പറയൊന്ന് മാറ്റിയാൽ മതി. നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവികമായ വെളിച്ചമുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല, ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവാണ് പറയുന്നത്. സത്യമായ യേശുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനെന്ന് പറഞ്ഞവൻ്റെ സത്യത്തിൻ്റെ വാക്കുകൾ മാത്രം നമ്പിക്കൊണ്ടാണ് ഞാൻ ഈ ആത്മീയ സത്യങ്ങൾ നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്നത് എന്ന് ഈ തരുണത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അവകാശപ്പെടുകയാണ്. വലിയ വിനയമൊന്നും കാണിക്കാതെ ഞാൻ അവകാശപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ യേശു എന്ന മർമ്മം, യേശു ഒരു വ്യക്തി മാത്രമല്ല, ഒരു വലിയ ആത്മീകമായ മർമ്മമാണ്. ആത്മീകമായ വെളിച്ചം, ആത്മീകമായ പ്രതിഭാസം, ആത്മീകമായ മർമ്മമാണ്. ഇത് യേശു എന്ന വ്യക്തിത്വം
ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ, മതഭേദമന്യേ, സാംസ്കാരിക ഭേദമന്യേ, കാലത്തിൻ്റെ യുഗത്തിൻ്റെ ഭേദമന്യേ, മനുഷ്യരാശിയിൽപ്പെട്ട വ്യക്തിയാണോ എല്ലാവർക്കും തുല്യമായി ബാധകമാണ്. Equally relevant to every human being, irrespective of any difference in time, in nationality, in culture, in gender, or in economic status, or whatever. അത് ദയവായി മനസ്സിലാക്കുക. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മൃഗങ്ങൾക്ക് വ്യക്തിത്വമില്ല. കാരണം അവർ സ്ഥിതി ചെയ്യുന്നത് ആ അപാരമായ, അഭൗമമായ, അതീതമായ മർമ്മത്തിലാണ് എന്ന് അവർക്ക് ഒരു വിധത്തിലും ബോധ്യപ്പെടാൻ സാധ്യമല്ല. അതും ജീവന്റെ പ്രതിഭാസമാക്കിയാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ നിരാകരിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ പൊതുവെ നിരാകരിക്കുന്നതാണ്, ഞാൻ അങ്ങനെ നിരാകരിക്കുന്നില്ല. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ബോധം അവർക്ക് ഒരു കാലത്തും ഉണ്ടാകാത്തത് കൊണ്ടാണ് അവർ മൃഗങ്ങളായി തന്നെ കഴിഞ്ഞുകൂടുന്നത്. എപ്പോഴൊരു മൃഗത്തിന് ആ അടിസ്ഥാനത്തെപ്പറ്റി ബോധ്യം വരുന്നോ അന്നത് മൃഗമല്ലാതായി തീരും. എന്നാൽ മനുഷ്യന് ബോധമില്ലാതെ വന്നാൽ അവനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം അമ്പയെ നശിച്ചു പോകും എന്നതും കൂടെ ഈ തരുണത്തിൽ പ്രസ്താവ്യമാണ്. അപ്പോൾ ഈ ഒരു അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തെയാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനിയും ഇതിന് ഉപോത്ബലകമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഈ ഉദ്ദേശിച്ചതുപോലെ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് ഇതിൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ, പൂർത്തീകരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇതിന് അനുബന്ധം ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യും. അതും കൂടെ നിങ്ങൾ കണ്ട് ഇതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യേശു പറഞ്ഞ മറ്റു രൂപം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ഉപമയുണ്ട്. സ്വർഗരാജ്യം കടുകുമണിക്ക് സദൃശം. ഞാനത് വിശദീകരിക്കുന്നില്ല. ആ കടുകുമണിയുടെ വളർച്ച ആ വളർച്ചയിൽ കൂടെ എന്ത് സംഭവിക്കുന്നു? ആകാശത്തിലെ പറവുകൾക്ക് വന്ന് കൂടുവെക്കത്തക്കവണ്ണം വിശാലത പ്രാപിക്കുന്ന ഒരു മരമായി അത് തീരുന്നു. പ്രകൃതിയിൽ അത് സംഭവിക്കുന്നില്ല, പക്ഷെ ദൈവരാജ്യത്തിൽ അത് സംഭവിക്കുമെന്നാണ് യേശു പറയുന്നത്. പ്രകൃതിയുടെ വർണ്ണനയല്ല ഇത്, ദൈവരാജ്യ മർമ്മങ്ങളുടെ ഒരു അനാവരണമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കടുകുമണിയുടെ ഉള്ളിലും ആ ദൈവികമായ അടിത്തറയുണ്ട് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയില്ല. ആകാശത്തിലെ പറവുകൾ ആകാശത്ത് തന്നെ ചിറകടിച്ച് നിൽക്കുക അല്ലാതെ അവയ്ക്ക് അഭയമായി തീരുന്ന ഒരു മർമ്മവും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ മനുഷ്യൻ അത്താണിയില്ല എന്ന ഒരവസ്ഥയിലേക്ക് നാം വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത്. സാംസ്കാരികമായി വന്ന വലിയ വലിയ അപകടങ്ങളെപ്പറ്റി സൂചിക്കാനുള്ള സാവകാശം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ വശത്തേക്ക് തിരിയുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യേശു പറഞ്ഞ മറ്റൊരു ഉപമയാണ് ദൈവരാജ്യം ഗോതമ്പ് മണിക്ക് സദൃശം. അതിൻ്റെ ഉള്ളിലും ദൈവികമായൊരു മർമ്മമുണ്ട് എന്ന് യേശു സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വിശപ്പടക്കാനുള്ള ഉപാധിയായി ഒരു വലിയ കൊയ്ത്തിന് വഴിയൊരുക്കാൻ ഗോതമ്പിന് ഒരു സാധ്യതയുണ്ട് എന്ന് യേശു അതിമനോഹരമായി സൂചിപ്പിക്കും. അങ്ങനെ വളരെ തുച്ഛമെന്ന് നാം കരുതുന്ന കടുകുമണിക്കും ഗോതമ്പ് മണിക്കും ഈ സാധ്യതയുണ്ടെങ്കിൽ മനുഷ്യർക്ക് ആ സാധ്യതയില്ലേ? യേശു പറയുന്നില്ലേ, നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ദൈവം അവയെ ചമയ്ക്കുന്നില്ലേ? വയലിലെ താമരയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്ന നൂൽ നോക്കുന്നില്ല, എങ്കിലും സോളമൻ പോലും അത്രമാത്രം ചമഞ്ഞിരുന്നില്ല. അങ്ങനെ അല്പമായതിനെ ഇത്രമാത്രം കാര്യമായി പരിരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട് എങ്കിൽ അവൻ നിങ്ങളെ എത്രമാത്രം കരുതും? നിങ്ങളുടെ മാഹാത്മ്യം എത്ര വലുതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് ഈശോടെ ചോദിക്കുന്നത്. അങ്ങനെ സ്വന്തം മാഹാത്മ്യം തിരിച്ചറിയുന്നത് പാപമാണെന്ന് ക്രിസ്ത്യാനി ധരിച്ചാൽ എന്തു ചെയ്യും? അർത്ഥശൂന്യമായ ഈ എന്താണ് പറയുന്നത് ഹ്യൂമിലിറ്റി, സൗമ്യത കൊണ്ട് ക്രിസ്ത്യാനിക്ക് വന്ന നാശനഷ്ടങ്ങൾ ഭീകരമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാര്യം, അത്രമാത്രം ഈ ഒരു നിഷേധാത്മകമായ ഉപദേശം നമ്മുടെ മധ്യത്തിൽ വേരൂന്നിയ മനുഷ്യനെ അങ്ങ് വെറും തെണ്ടിയാക്കി മാറ്റിയിരിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ ദുഃഖം, വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇതല്ല ദൈവം ഉദ്ദേശിച്ചത്, യേശു വിഭാവന ചെയ്തത് എന്ന് മനസ്സിലാക്കാനുള്ള ധൈര്യം സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ എന്താണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ, അതിനെപ്പറ്റി ഒരു വ്യക്തത പ്രാപിപ്പാൻ നമുക്കൊരു കടമയില്ലയോ?
ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന കടുകുമണിയെപ്പറ്റിയും ഗോതമ്പ് മണിയെപ്പറ്റിയും എങ്ങും പറയുന്നില്ല. പക്ഷെ മനുഷ്യരെ പറ്റി അത് പറയുന്നുണ്ട്. ഒരു കടുവയോ ഒരു കിടുവയോ ഒരു കുരങ്ങനെയോ ഒരു ആനയോ ഒരു തിമിംഗലത്തെയോ അങ്ങ് സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല. മനുഷ്യരെപ്പറ്റി അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികതയുടെ മൂലമർമ്മത്തെ നാം ഇത്രമാത്രം അവഗണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ദയവായി തിരിച്ചറിയണമേ. സൗമ്യതയുടെ പേരിൽ നമ്മളെ ചപ്പും ചവറുമാക്കുന്ന പരിപാടി ആത്മീയമല്ല, പൈശാചികമാണ് എന്ന് തിരിച്ചറിയേണ്ട ധൈര്യം കൂടെ കാട്ടണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ആത്മീയമായി തിരിച്ചറിവ്, അതായത് അതീതമായത് നമ്മുടെ അടിസ്ഥാനമായെങ്കിൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ മനുഷ്യരായി പോലും തീരുന്നുള്ളൂ. ദൈവപുത്രന്മാരതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചേ, മനുഷ്യരാകണമെങ്കിൽ അതീതമായത് നമ്മുടെ ജീവന്റെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും അടിത്തറയാണ്. അതിൽ മാത്രമേ നമുക്ക് പണിയാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ആത്മീയതയുടെ വിത്ത്, ആത്മീയതയുടെ ഉള്ളടക്കം, ആത്മീയയുടെ അന്തസത്ത. അത് നഷ്ടപ്പെടുമ്പോൾ ഭൗതികമായ ലോകം പോലും വിരൂപമായി തീരും എന്നതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വാക്യങ്ങളിൽ യഹോവയായ ദൈവം ആദാമിനോടും ഹവ്വായോടും പറയുന്ന കാര്യങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുന്നു. അത് ഈ ആത്മീയമായ യാതൊരു താല്പര്യമില്ലായിരുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. അത് ഹന്ന അറൻഡ് എന്ന് പറയും, ARENDT. എനിക്ക് വളരെയധികം താല്പര്യമുള്ള ബഹുമാനമുള്ള ഒരു എഴുത്തുകാരിയാണ് ഹന്ന അറൻഡ്. അതിൻ്റെ ഒട്ടുമുക്കാലും എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ലൈഫ് ഓഫ് ദ മൈൻഡ് എന്നൊരു പുസ്തകം, മനസ്സിൻ്റെ ജീവൻ, യുഗാന്തരങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് എപ്രകാരമാണ് വെളിപ്പെട്ടു വന്നത്. ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചരിത്രമാണ് ദ ലൈഫ് ഓഫ് ദ മൈൻഡ് എന്ന ശീർഷകത്തിൽ ഹന്ന അറൻഡ് എഴുതിയിട്ടുള്ള ഈ പുസ്തകം. അവിടെ മറ്റൊരു ശ്രദ്ധേയമായ പുസ്തകമാണ് ദി ഒറിജിൻ ഓഫ് ടോട്ടാലിറ്റേറിയനിസം എന്ന പുസ്തകം. അതുപോലെ തന്നെ ദ ഹ്യൂമൻ കണ്ടീഷൻ എന്ന പുസ്തകം. അതുപോലെ തന്നെ അവിടെ വളരെ ശ്രദ്ധേയമായ ലേഖനങ്ങൾ, ലേഖനമൊക്കെ അവിടെ നീളമുള്ളതാണ്. അത് സമാഹരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ. പിന്നെ ഐക്ക്മാൻ ഇൻ ജെറൂസലേം എന്ന പുസ്തകം. അങ്ങനെ അനേക പുസ്തകം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി സമയം കളയുന്നില്ല. അതായത് ഈ ഒരു ആശയം അവരെന്താണ് ആ പുസ്തകത്തിൽ പറഞ്ഞത്? When human beings get alienated from the metaphysical, they lose the ability to manage the physical. ഭൗതികമായതിനെ കൈകാര്യം ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവ് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? അഭൗമമായതുമായുള്ള അവന്റെ ബന്ധം അറ്റുപോകുമ്പോഴാണ് ഈ ഭൗതികമായ ലോകത്തിൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അത് തീർച്ചയായും ആത്മീയമായ ഒരു തിരിച്ചറിവാണ്. അവരൊരു സ്പിരിച്വൽ ഓതർ അല്ല എങ്കിലും, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് എഴുതിയിട്ടുള്ളത് എങ്കിലും, അത് ആത്മീയമായി വളരെ അർത്ഥവത്തായ ഒരു കാര്യം. ഞാൻ ഒന്ന് ആവർത്തിക്കട്ടെ. When human beings are alienated from the metaphysical, they lose the ability to manage the physical. അഭൗമമായതിൽ നിന്ന്, അതീതമായതിൽ നിന്ന് മനുഷ്യന്റെ ബന്ധം അറ്റുപോകുമ്പോൾ ഈ ലോകത്തിൽ ഭൗതികമായതിനെ കൈകാര്യം ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവ് പോലും അമ്പേ നശിച്ചു പോകുന്നു എന്ന് ഹന്ന HANNAH അറൻഡ് ARENDT പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതാണ് വാസ്തവത്തിൽ ഭൗതികവാദത്തിന്റെ ഏറ്റവും വലിയ അപകടം. റിയൽ ഡേഞ്ചർ ഓഫ് മെറ്റീരിയലിസം. മനുഷ്യന് വളരെ അഭിമാനത്തോടുകൂടി അള്ളിപ്പിടിക്കുന്ന ഭൗതികവാദം, ഭൗതികവാദം എന്ന് പറയുമ്പോൾ അത് വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് വലിയ അപകടമാണ്. സമയം പോയി കവിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഇന്ന് ദീർഘിപ്പിച്ചു പോകും. ആരുടെയും ക്ഷമ പരീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദയവായി അടുത്ത വീഡിയോ കൂടെ കാണണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ചിന്തകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം.